Hello, welcome to market discussion of the day. Today, June 11, 2025. വെനസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് CPI ഡേ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം CPI നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കേണ്ട ദിവസമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് US സെഷൻ കഴിഞ്ഞ് യൂറോപ്പ് ക്ലോസ് ആവുന്നതിന് ശേഷം ഉള്ള ക്യാൻഡിൽ നോക്കിയിട്ട് തീരുമാനം എടുത്ത് പോകാം എന്നുള്ളതാണ് ഇന്ന് നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ചയും സ്റ്റാർട്ട് ചെയ്യും. പുതിയ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ്, ഫോറക്സ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ക്രാഷ് കോഴ്സ് അടുത്ത ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചു പോകുന്നു. അതിൻ്റെ കൂടെ ജൂലൈ 1 മുതൽ തുടങ്ങുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും എന്നെ ബന്ധപ്പെടുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കിന്ന് ഒരൊറ്റ ഫണ്ടമെൻ്റൽ ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ECB പ്രസിഡന്റ് ഇന്ന് 4:15 രാവിലെ 4:15 ECB പ്രസിഡന്റ് സ്പീച്ച് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 UK ടൈമിംഗ് 1:30 നമുക്ക് CPI ഉണ്ട്. CPI പ്രീവിയസ് വന്നിട്ടുള്ളത് 0.2%, ഫോർകാസ്റ്റ് 0.1%. ഓക്കെ, എന്താണ് വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുശേഷം 3:30 ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മെയിനായിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെ നമുക്ക് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വെള്ളിയാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള ദിവസത്തെ പ്രത്യേകത. അതുകൊണ്ടിട്ട് തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് മാറി നിൽക്കുക വൈകുന്നേരം വരെ. അതിനുശേഷം നാളെ രാവിലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരിക. നേരെ നമ്മളുടെ JPY എല്ലാ ദിവസവും തുടങ്ങുന്നത് പോലെ JPYയിൽ തുടങ്ങുമ്പോൾ JPY 145.139 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. എങ്ങോട്ടാണ് പോക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 144 അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. 144 അടുത്ത് കിട്ടിയാൽ, അതായത് ഇന്ന് നമുക്ക് യൂറോപ്പ് ഓപ്പൺ ആവുന്ന സമയത്തും 144.2, 144.1, 144.3 എന്ന് പറയുന്ന റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 143.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ 144 അടുത്ത് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴല്ല, ഉച്ചയ്ക്ക് ന്യൂസ് വന്നതിന് ശേഷം, ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ന്യൂസ് UK ടൈമിംഗ് 1:30 ഓക്കെ, ന്യൂസ് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ മാത്രം ആ ഒരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക. യൂറോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 144.160 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഓക്കെ, അത് നമുക്ക് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 1.1413 റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, 1.149 ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് പോയാൽ അവിടുന്ന് ഒരു ചെറിയ ഷോർട്ട് ടേം സെല്ലെടുത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ല എങ്കിൽ നമുക്ക് 1.1300 ഫസ്റ്റ് സപ്പോർട്ടും സെക്കൻഡ് സപ്പോർട്ട് 1.1100 രണ്ടാമത്തെ ചെറിയൊരു സപ്പോർട്ടും മേജർ സപ്പോർട്ട് 1.100 അവിടുന്ന് ലോങ്ങർ ടേമിലോട്ട് ഒരു 6 മാസത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യാൻ തക്കോണം ബൈ ചെയ്താൽ നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ഒരു 1500 പിപ്പ്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $15,000 പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനിത് നേരത്തെ ജനുവരിയിൽ മാർക്കറ്റ് ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഡേ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ജനുവരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ജാനുവരിയിൽ നമുക്ക് മാർക്കറ്റ് 1.0200 അവിടെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം, ലോങ്ങർ ടൈമിലോട്ട് ഒരു 6 മാസത്തേക്കുള്ളൊരു ബൈ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് $15,000 പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം അത് ആണ് അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 1.100 ഉള്ളത്. അത് ഒരു 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഉറപ്പായിട്ടും സ്വാപ്പ് ചാർജ് ഉണ്ടാവും എന്നറിയാം. ഇത്രയും കാലം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് സ്വാപ്പ് ചാർജ് ഇല്ലാത്ത അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക, ഞാൻ നമുക്ക് സ്വാപ്പ് ഇല്ലാത്ത അക്കൗണ്ടുകൾ എടുത്തു തരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു GBP. നമ്മൾ GBPയിലോട്ട് പോകുമ്പോൾ 1.3481 ആ റേഞ്ചിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നമുക്ക് ഇന്നലെ മാർക്കറ്റ് 1 അവർ ക്യാൻഡിലോട്ട് വന്നു. ഇന്നലെ മാർക്കറ്റ് 1.3500 താഴെയായിട്ടാണ് അവസാനിച്ചത്. ഓക്കെ, ഇന്ന് മാർക്കറ്റ് മിക്ക ഓപ്പണിങ്സും 1.3500 താഴെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ്. ഓക്കെ, ഒന്ന് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ന്യൂസും കൂടെ ഒന്ന് വരണം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൂടെയാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. നമുക്കൊരു പോയിന്റ് ഉണ്ട്, ഇന്നലെ പോയ ലോ പോയിന്റ് ഉണ്ടല്ലോ 1. എൻ്റെ സൈഡിലുള്ള സംഭവം കാണുന്നില്ലല്ലോ, ഇതെവിടെ പോയി? ഓക്കെ, ഞാൻ എൻ്റെ ഇത് നോക്കിയിട്ട് പറയാം. ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ എടുത്ത് നോക്കാം. ഓക്കെ, കിട്ടി. 1.1350 താഴെയായിട്ട് മാർക്കറ്റ് വന്നാൽ നമുക്ക് പുതിയ 1 അവർ ക്യാൻഡിൽ 1.3450 താഴെയായിട്ട് മാർക്കറ്റ് വന്നാൽ പുതിയ ക്യാൻഡിൽ ഓപ്പൺ ആയാൽ നമുക്കതൊരു ഇൻഡിക്കേഷനാണ് മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അത് എടുത്ത് കൃത്യമായിട്ടുള്ളൊരു ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇല്ല എങ്കിൽ ന്യൂസ് കഴിഞ്ഞിട്ട്, അതായത് യൂറോപ്പ് ടൈമിംഗ് ഓപ്പൺ ആയതിനു ശേഷം UK ടൈമിംഗ്, എനിക്കൊന്ന് ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷമുള്ള ക്യാൻഡിൽ, ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ 4 മണിക്കുള്ള ക്യാൻഡിൽ. ഓക്കെ, 1.3500 അടുത്താണ്. എന്നാൽ 3500 മുകളിൽ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു സെല്ലെടുത്ത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 1.3560 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ മാർക്കറ്റ് GBP ഒരിക്കലും സെല് ചെയ്യേണ്ട പ്രോഡക്റ്റ് അല്ല. ഞാനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രം പറഞ്ഞു തന്നെന്ന് മാത്രമാണ്. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം 3315 റേഞ്ചിൽ കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. ആ 3315 തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ 15 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന്. ഓൾമോസ്റ്റ് ഒരു 250 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇന്ന് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, ഇനി എങ്ങോട്ട് മാർക്കറ്റ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി എങ്ങോട്ടാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ന്യൂസ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു അറിവ് കിട്ടുള്ളൂ. ഓക്കെ, 8:30 ശേഷം നമുക്ക് ഇന്ത്യൻ ടൈമിംഗ് 8:30 ശേഷം നമുക്ക് 2 പോസിബിലിറ്റി ആണല്ലോ. ഒന്നെങ്കിൽ 3360 മുകളിലായിട്ട് മാർക്കറ്റ് കയറിയാൽ അവിടെ നമുക്ക് കൺസിഡർ ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ഇല്ല എങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇച്ചുമുക്കു എന്ന് പറയുന്നൊരു ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇച്ചുമുക്കുവിൽ H4 അതായത് ഇച്ചുമുക്കു എന്താ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലൗഡിനകത്ത് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് 1 അവർ ക്യാൻഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ക്ലൗഡിൻ്റെ പുറത്ത് മാർക്കറ്റ് ഇറങ്ങി, 1 അവർ ക്യാൻഡിൽ പുറത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ M30 നോക്കാം. M30 നോക്കാൻ നേരത്തെ തന്നെ M30 കടന്നു. M15 നോക്കാം. M15 ഓൾറെഡി ഈ ക്ലൗഡിൻ്റെ പുറത്താണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫർമേഷന് വേണ്ടി H4 കൂടെ നോക്കുമ്പോൾ H4 ക്ലൗഡിൻ്റെ അകത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അടുത്തൊരു ക്യാൻഡിൽ 3348 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. അതും നമുക്ക് അടുത്ത അവർ ക്യാൻഡിലല്ല, അതിൻ്റെ അടുത്ത അവർ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കുള്ള ക്യാൻഡിലാണ്. അതായത് ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവുന്ന ക്യാൻഡിലാണ്. ആ ഒരു ക്യാൻഡിൽ നമുക്ക്
3348 റേഞ്ചിൽ അല്ലെ അതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇച്ചുമുക്കു എന്ന് പറഞ്ഞൊരു ടൂൾ. ആക്ച്വലി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് നോക്കിയാൽ അത് വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് മാത്രം തരുന്നൊരു ടൂളാണ്. മാസത്തിലൊരു 3-4 ഓപ്പർച്യൂണിറ്റീസ് തരും. 4 ഓപ്പർച്യൂണിറ്റിയിൽ 3 നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് തരും. ചിലപ്പോൾ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാം എന്നുള്ളതാണ് ഇച്ചുമുക്കുവിൻ്റെ പ്രത്യേകത. ഓക്കെ, 4 വട്ടത്തെ ഓപ്പർച്യൂണിറ്റീസ് മാത്രം തരുന്ന ഒരു നല്ലൊരു ടൂളാണ് ഇച്ചുമുക്കു എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഇച്ചുമുക്ക് വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ല എങ്കിൽ ന്യൂസ് കഴിഞ്ഞിട്ട് 2 പോസിബിലിറ്റി, ഒന്നുകിൽ 3300 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് കിട്ടിയാൽ നമുക്ക് മാർക്കറ്റ് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. 3305, 3306 റേഞ്ചിലൊക്കെ മാർക്കറ്റ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു ബൈ ഇടാം. ഇല്ല എങ്കിൽ നമുക്ക് 3360 മുകളിൽ അല്ലെങ്കിൽ ഇന്നലെ പോയതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ വലിയ രീതിയിലുള്ള ട്രേഡുകളൊന്നും തന്നെ ഈ ആഴ്ച ഗോൾഡിൽ എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ഇതുവരെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനും ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഇന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ നല്ല ചാൻസ് ഉള്ളൊരു ദിവസം കൂടിയാണ്. ഓക്കെ, നമുക്ക് 3340 അല്ലെങ്കിൽ 50 മുകളിലായിട്ട് ഫ്രഷ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്യാം. ഇല്ല, ന്യൂസ് കഴിയുമ്പോൾ 3300 അടുത്ത് കിട്ടിയാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മളുടെ ഗോൾഡിൽ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക, ന്യൂസ് വരുന്നുണ്ട്. ന്യൂസ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഈ ന്യൂസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ആഴ്ച നമുക്ക് വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ആകപ്പാടെ ഉള്ളൊരു ന്യൂസ് ഇത് മാത്രമാണ്. നമ്മുടെ CPI ന്യൂസ് മാത്രമാണ് ഇന്ന് ആകപ്പാടെ ഉള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ന്യൂസാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തൽക്കാലം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ കോഴ്സിൻ്റെ കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. ഫോറക്സ് ട്രേഡിങ്ങിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.